ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മട്ടൻ കപ്സയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു പീസ് ചെറുതായിട്ട് വെട്ടിച്ചിട്ടുണ്ട്. ഒരു മട്ടൻ്റെ കുറുക്ക് ഭാഗമാണ് കേട്ടോ. അതിന് കഴുകി വൃത്തിയാക്കി ഇനി അടുത്ത് നമുക്ക് അടുപ്പിലോട്ട് കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കുക. മട്ടൻ കപ്സ. അപ്പോൾ അതിലേക്ക് ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മഞ്ഞൾപ്പൊടി, കപ്സ മസാല, പട്ട, ഏലക്ക, ഉണക്കനാരങ്ങ, തക്കാളി, ഇതെല്ലാം കൂടെ അതിലിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് അറബി മസാല കൂടെ ഇട്ട് കൊടുക്കുക. അറബി മസാല കേട്ടോ. നല്ലോണം തിളയ്ക്കാൻ വയ്ക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് കപ്സയ്ക്കുള്ള എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. കപ്സ ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി സ്ലൈസ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഇഞ്ചിയും വെളുത്തുള്ളി സ്ലൈസ്, ഉണക്കനാരങ്ങ, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ മാഗി. അപ്പോൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് അങ്ങോട്ട് പോവാം. ഒരു കഷ്ണം ബട്ടറിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടുക. എന്നിട്ട് നമുക്ക് ഗ്രാമ്പ്, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അത് വാടിയതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ബീൻസ്, ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി വന്നു. ഒരു മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്തു. മാഗി ക്യൂബ്സ് ഒരു ടേസ്റ്റിനാണ് കേട്ടോ. നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിക്ക് കണക്കാക്കി ഞങ്ങൾ വെള്ളം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രയാണ് അരിക്ക് കണക്ക് അതിനുള്ള വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കപ്സയ്ക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് അരി അളന്ന് അതിനെ കണക്കാക്കി വെള്ളം എടുത്ത് വയ്ക്കുക. ഒരു തക്കാളി 4 പീസ്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ട് ഇനി അതിന് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മാഗിക്ക് ഉപ്പുണ്ട്, അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ടാൽ മതി. ഇനി നമ്മൾ കഴുകി വെച്ച അരി നമുക്ക് ഇട്ട് കൊടുക്കാം. കപ്സയ്ക്കുള്ളത് തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. കണക്കിന് വെന്ത് വരും. ഇനി അടുത്ത് നമുക്ക് മട്ടനെ നമുക്ക് റെഡിയാക്കാം. മട്ടനെ ഓവനിൽ കയറ്റണം. അതിലേക്ക് പോവാം. മട്ടനെ ഈ സോസ് ഒഴിച്ച് നമുക്ക് ഓവനിൽ കയറ്റി ചോപ്പിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഓവനിൽ വയ്ക്കാം. ചുവന്ന് കിട്ടും. ഇവിടെ നമ്മളെ മുതലാളിക്കൊക്കെ ചുവന്ന് കിട്ടണം മട്ടൻ. അപ്പം നമ്മുടെ ചോറ് ഏകദേശം കപ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമുക്ക് കുങ്കുമപ്പൂ, അതായത് സാഫ്രാൻ ഒന്ന് ഒഴിക്കണം. പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ നമുക്കൊന്ന് ഇടാം. കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് കുങ്കുമപ്പൂവാണ് കേട്ടോ. വെള്ളത്തിട്ട് ചെയ്യുന്നത്, കളർ ഇട്ട കണക്കാക്കി. ഇത് പുഴുങ്ങിയ കുറച്ച് മസാല ഞാൻ ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് കപ്സയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ കുങ്കുമപ്പൂവൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടു. നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
വെള്ളം കണക്കിന് വെച്ചും കപ്സ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യണം. ഇത് കുങ്കുമപ്പൂവാണ്. ചെറിയ തീയിലൊന്ന് ദമ്മിടണം. ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ നമ്മളെ കപ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കപ്സയുടെ മീതെ നമ്മൾ ഓവനിൽ വെച്ച മട്ടൻ ഷവായി അതിൻ്റെ മീതെ അങ്ങ് സെറ്റാക്കി വയ്ക്കുക. തിന്ന സ്പെഷ്യലാണ് കേട്ടോ. മട്ടൻ കപ്സ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഓക്കെ.